കേട്ടത് സ്റ്റെഫിനാണ്. സ്റ്റെഫിൻ, ഏത് രീതിയിലായിരുന്നു, എന്തായിരുന്നു ആ കോടതിയിലെ സാഹചര്യങ്ങൾ, കോടതിയിലെ സന്ദർഭങ്ങൾ? അവിടെ വിധി കേൾക്കുമ്പോൾ എന്തായിരുന്നു ഗ്രീഷ്മയുടെ പ്രതികരണം, എന്തായിരുന്നു ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണം? മാർഷൽ, നിറകണ്ണുകളോടെയാണ് യഥാർത്ഥത്തിൽ ഷാരോണിൻ്റെ കുടുംബം ഈ വിധി പ്രസ്താവം ഉടനീളം കേട്ട് നിന്നത്. അമ്മയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ കോടതിയിൽ വന്ന ആ സമയം മുതൽ അവരുടെ മതാചാരപ്രകാരം ഈ ജപമാല എന്നൊക്കെ പറയും, അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും അതോടൊപ്പം കലങ്ങി നിൽക്കുന്ന അച്ഛനെയും സഹോദരനെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ കോടതി നടപടികൾ തുടങ്ങിയതോടുകൂടി ഈ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ഓരോ നിരീക്ഷണങ്ങളും പ്രത്യേകിച്ച് കോടതി അക്കമിട്ട് നിരത്തുകയുണ്ടായി. അപ്പോഴെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ തലകുനിച്ച് കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന പ്രതി ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ അമ്മാവനെയുമാണ്, നിർമ്മൽ കുമാരൻ നായരെയുമാണ് കണ്ടത്. അപ്പോഴെല്ലാം തന്നെ ഈ കുടുംബം കോടതിക്ക് അകത്തുണ്ടായിരുന്നു. ഈ ജഡ്ജി വന്ന ഉടൻ തന്നെ ഈ കുടുംബത്തോട് അകത്ത് കയറണം എന്നാവശ്യപ്പെട്ടു. ഈ വിധി പറയുമ്പോൾ, ഈ കോടതിയുടെ നിരീക്ഷണം പറയുമ്പോൾ അത് കുടുംബം കേൾക്കണമെന്നൊരു നിർബന്ധം കോടതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനോട് പ്രത്യേക നിർദ്ദേശം നൽകി അവരെല്ലാം തന്നെ അകത്തേക്ക് കയറ്റണം, ഷാരോണിൻ്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും അവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ അകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞ് കോടതി അകത്തേക്ക് അവരെ വിളിച്ചു കയറ്റി ഒരു ഭാഗത്ത് കസേരയിട്ട് കൊടുത്ത് അവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മറ്റ് വിധി പ്രസ്താവത്തിലേക്കെല്ലാം കോടതി നീങ്ങിയത്. ആ സമയമെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ളൊരു വികാരവുമില്ലാതെ ആ കോടതി മുറിക്കുള്ളിൽ ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും അവിടെ തന്നെ തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ വിധി പ്രസ്താവിച്ച് കുടുംബം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു വധശിക്ഷ പ്രതിക്ക് കോടതി വിധിച്ചതോടുകൂടി തൊഴുകൈകളുമായി കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയുമാണ് നമ്മൾ കണ്ടത്. അവർ കോടതി മുറിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ഒരു സംശയം കൂടി, അതായത് കോടതി നടപടികൾ നടക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മ നിൽക്കുമ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് നടത്തുന്നുണ്ട് ജഡ്ജി. ഇത് നടത്തുന്ന സമയത്ത് എന്തായിരുന്നു ഗ്രീഷ്മയുടെ ഒരു മുഖഭാവം? നിർവികാരമായി കുനിഞ്ഞു നിൽക്കുകയായിരുന്നു, അതോ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന നമ്മൾ ആദ്യം കണ്ടിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഗ്രീഷ്മയുടെ മുഖത്തുണ്ടായിരുന്നു? അപ്പോൾ അസൽ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ വന്ന ആ സമയം മുതൽ തന്നെ കയറി വരുമ്പോൾ, മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം ഗ്രീഷ്മ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നതെങ്കിൽ പോലും കോടതിക്കകത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വികാരവുമില്ലാതെ ഇതൊരു പ്രതീക്ഷിച്ച വിധി എന്ന തരത്തിൽ ആണ് ഗ്രീഷ്മയുടെ മുഖഭാവം ഉണ്ടായിരുന്നത്. കാരണം തല കുനിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, കോടതിയുടെ ഓരോരോ നിരീക്ഷണങ്ങളും ഗ്രീഷ്മ കേട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചും പല തരത്തിലുള്ള വാദമുഖങ്ങൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ അന്തിമ ഈ വിചാരണയുടെ വേളയിൽ പോലും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ കൊലപാതകത്തിന് സന്ദർഭം ഉണ്ടാക്കിയത് ഷാരോണാണ്, ഷാരോണിൻ്റെ പലതരത്തിലുള്ള പ്രവൃത്തികളും ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം ഈ പ്രായത്തിൻ്റെ ആനുകൂല്യവും അതോടൊപ്പം സ്ത്രീ എന്നൊരു പരിഗണനയും പ്രതിക്ക് ലഭിക്കണമെന്ന കാര്യമൊക്കെ തന്നെ പ്രതിഭാഗം പറയുകയുണ്ടായി. പക്ഷേ എന്നാൽ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഇന്നത്തെ ഒരു നിരീക്ഷണം. ഇതെല്ലാം പറയുമ്പോഴും യാതൊരു തരത്തിലുള്ളൊരു വികാരവും ഇല്ലാതെ തല കുനിച്ച് ഇരിക്കുന്ന പ്രതിയാണ് കണ്ടത്. ഒപ്പം തന്നെ നിർമ്മൽ കുമാരൻ നായർ, അദ്ദേഹവും ഈ കോടതി നടപടികൾക്ക് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ കോടതിയിൽ എത്തിച്ചേർന്നിരുന്നു. ആ സമയമൊക്കെ തന്നെ അദ്ദേഹവും അവിടെ ഇങ്ങനെ യാതൊരു വികാരവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ചുണ്ടും കൈയും ഒക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ കോടതിയിൽ നിന്ന് ആ വിധി കേൾക്കുമ്പോഴെല്ലാം തന്നെ യാതൊരു വികാരവും ഇല്ലാതെ 2 പ്രതികളും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ആസൂത്രിതമായിട്ടായിരുന്നു കൊലപാതകം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഒരു വാദം പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു ജഡ്ജ്മെന്റിലും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്തു. അതിന് പക്ഷേ
വിളിച്ച് സംസാരിച്ചിരുന്നു ഭീഷ്മയെ. ഓ. അപ്പൊ അതെല്ലാം കോടതി ജഡ്ജിമെന്റ് പറയുന്നു. അത് തുറന്നു പറഞ്ഞായിരുന്നു രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളൊരു പോയിസണാണ് അവൾ കൊടുത്തേക്കുന്നത്. ഇന്ന് ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നു 100% മരണനിരക്കുള്ളൊരു പോയിസണാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മരണം കൺഫേംഡാണ്. സോ അതുകൊണ്ട് അത് അത് കൃത്യമായിട്ടും റിസർച്ചൊക്കെ ചെയ്ത് എടുത്ത് തിരഞ്ഞെടുത്തൊരു പോയിസണാണ്. അപ്പോൾ അതിൽ വിശ്വസിപ്പിച്ചിരുന്നു എന്നാണ് സത്യം. അപ്പോൾ അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന് ശേഷം അന്വേഷിച്ചപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അവരെ വിശ്വസിപ്പിച്ചതാണ് പറ്റിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും കോടതിയുടെ തീരുമാനം കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം മുഴുവൻ അംഗീകരിച്ചു കോടതി. അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി കണ്ടെത്തി. നമ്മുടെ പ്രോസിക്യൂഷനിലെ എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 32 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203 അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോൾ ഇതെല്ലാം തന്നെ A3 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴ ശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ വിജയമായിട്ട് പ്രോസിക്യൂഷൻ്റെ വിജയമായിട്ട് ഞങ്ങൾ 100% തൃപ്തരാണ്. മാത്രമല്ല ഇപ്പോൾ കരാട്ടത്തിന്റെ വിജയവുമായിട്ട് 100% കോടതി വിധിയിൽ സംതൃപ്തി അവരറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ്. ഒരിക്കലും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും. Thank you.